കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. അമ്മേ, കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് സഭഘടകാരം നെഞ്ചിൽ ചേർത്ത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മേ, എല്ലാ ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്ന പ്രാർത്ഥനയാണെന്നുള്ള ആന്തരികമായ ബോധ്യം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കൃപാസനത്താരയിലെ വലിയ പ്രത്യക്ഷീകരണം നടന്നത്. ഞങ്ങളിപ്പോഴും ആ ഒരു അടിസ്ഥാനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അതിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആധ്യാത്മികത അനുവർത്തിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന എല്ലാ മക്കളെയും, അവിടെ ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ ഉണ്ടാകുന്ന എല്ലാ കോശങ്ങളെയും കർത്താവിൻ്റെ രക്തത്താൽ സ്പർശിക്കട്ടെ. അവിടെ ആന്തരിക രോഗം, വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, അതുപോലെ തന്നെ അസ്ഥിരോഗങ്ങൾ, അസ്ഥി വിട്ടിരിക്കുന്നവർ, അത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും അമ്മയെ, പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും കർത്താവിൻ്റെ അടിപ്പിടറിൻ്റെ സൗഖ്യം അവർ അനുഭവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.